ഞാൻ അഡ്വക്കേറ്റ് യോഗമായ. ഞാൻ ഡൽഹിയിൽ സുപ്രീം കോടതിയിലാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. 2013 മുതൽ ഡൽഹിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വക്കീലാണ്. ഇപ്പോൾ എൻ്റെ അടുത്ത് ഈ കേസ് 2017 ഈ കേസ് എൻ്റെ അടുത്ത് വരുന്നത്. ഇത് പാറശാല സരസ്വതി ഹോസ്പിറ്റലിൽ നടന്ന ഒരു മെഡിക്കൽ നെഗ്ലിജൻസ് കേസാണ്. അപ്പോൾ അതിൽ ജാസ്മിൻ ജെറാൾഡ് എന്ന് പറയുന്ന ഒരു 15 വയസ്സുകാരിയുടെ 80% ഡിസബിലിറ്റിയോട് കൂടി ഓപ്പറേഷന് ശേഷം 80% ഡിസബിലിറ്റി സംഭവിച്ച ഒരു മെഡിക്കൽ നെഗ്ലിജൻസ് കേസായിരുന്നു. അപ്പോൾ അന്ന് എൻ്റെ അടുത്ത് കേസ് വരുന്ന സമയത്ത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വളരെ ചെറിയ ഒരു സ്ലിപ്പും അതുപോലെ ഒരു സരസ്വതി ഹോസ്പിറ്റലിൽ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തതിന് ശേഷം അവിടെ നിന്നുള്ള ഡിസ്ചാർജ് സമ്മറി മാത്രമാണ് ഡോക്യുമെൻ്റായിട്ട് നമ്മൾ അനക്സ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ മുകളിൽ നോട്ടീസ് ആവുകയും വളരെ സക്സസ്ഫുള്ളി ഒരു 2024 വരെ വളരെ സക്സസ്ഫുള്ളി കേസ് പോയിക്കൊണ്ടിരുന്നതാണ്. ഈ ടൈമിലെല്ലാം ഇതിനിടയിലെല്ലാം ഇവർ ഓരോ രീതിയിൽ ഈ കേസിനെ ഡിലേ ചെയ്യാനായിട്ട് പല രീതിയിലുള്ള ആപ്ലിക്കേഷൻസ് ഇടുന്നതല്ലാതെ ഈ ഡോക്ടർ റിപ്ലൈ ഫയൽ ചെയ്യുന്നത് വളരെ ലേറ്റായിട്ടായിരുന്നു. അതിലും ഈ പറയുന്ന ഡോക്ടേഴ്സിൻ്റെ പേര് പറയുന്നുണ്ട്. അതായത് ഈ പറയുന്ന ദിലീപ് ഡോക്ടറിൻ്റെയും മധു ഡോക്ടറിൻ്റെയും പേരുകൾ അതിനകത്ത് പറയുന്നുണ്ട്. ഇവരാണത് ചെയ്തതെന്ന് പറയാൻ. പക്ഷേ ഇവർ എൻ്റെ അടുത്ത് ഈ ഡോക്ടർമാരെ കുറിച്ച് പറയാതിരുന്നത് കൊണ്ട് ഞാൻ ഇതിനെ ഇംപ്ലീഡ് ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിച്ചതില്ല. കാരണം അതിനുള്ള ഡോക്യുമെൻറ്റ്സ് നമ്മുടെ കയ്യിലില്ല എന്നുള്ളത് കൊണ്ട്, അതായത് ഹോസ്പിറ്റൽ ഡോക്യുമെൻറ്റ്സിൻ്റെ ബേസിൽ ഞാനത് ഫയൽ ചെയ്താൽ ഒരു പക്ഷേ കേസ് നിന്നില്ല എന്ന് വരും. അതിനാൽ ഞാൻ ആ കേസ് അവരെ ഞാൻ ഇംപ്ലീഡ് ചെയ്തില്ലായിരുന്നു. പക്ഷേ 2024 ജൂൺ മാസം അവരുടെ എല്ലാ റൈറ്റ്സും ക്ലോസ് ചെയ്ത് ഒരു ഓർഡറിന് എഗെയിൻസ്റ്റ് റീകോൾ ആപ്ലിക്കേഷൻ ഇടുകയും അതിനകത്ത് ഈ പറയുന്ന 2 ഡോക്ടേഴ്സിൻ്റെ, അതായത് ദിലീപ് ഡോക്ടറിൻ്റെയും മധു ഡോക്ടറിൻ്റെയും 2019 നോട്ടറൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന അഫിഡവിറ്റ്സ് അനക്സറായിട്ട് വരികയും ചെയ്യുകയാണ് ചെയ്തത്. അതിലും ഞാൻ ഈ പറയുന്ന അതിൻ്റെ എഗെയിൻസ്റ്റായിട്ട് ഇവർക്ക് എഗെയിൻസ്റ്റായിട്ട് നമ്മൾ ഒരു സ്റ്റെപ്സും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കോടതി നമ്മളോട് നിർബന്ധപൂർവ്വം അവരെ പാർട്ടി ചേർക്കണമെന്ന് പറയുകയും അതിൻ്റെ ബേസിൽ പാർട്ടി ചേർക്കുകയും ചെയ്തു. ആ പാർട്ടി ചേർക്കുന്ന ദിവസം ഹോസ്പിറ്റലിൻ്റെ അഡ്വക്കേറ്റും ഈ ഡോക്ടറിൻ്റെ അഡ്വക്കേറ്റും അതിനെ വളരെയധികം എതിർത്തു. അതിൻ്റെ ബേസിൽ ഇവർക്ക് കോസ്റ്റ് അടിച്ചു. അത് 25,000 രൂപ കോസ്റ്റോടുകൂടി ഈ പറയുന്ന ഡോക്ടേഴ്സിനെ പാർട്ടി ചേർക്കാമെന്ന് കോടതി സമ്മതിക്കുകയും ചെയ്തു. പക്ഷേ അത് കുറച്ച് 15 ആക്കി. പക്ഷേ എന്നിരുന്നാലും ഇവരെ സംബന്ധിച്ചിടത്തോളം 15,000 രൂപയും അത് വലിയൊരു എമൗണ്ട് തന്നെയാണ്. അപ്പോൾ അതിനാൽ നമ്മൾ അത് കോസ്റ്റ് വേവ് ഓഫ് ചെയ്യാനുള്ള ആപ്ലിക്കേഷനൊക്കെ ഇട്ടു. അതിനുശേഷം ഈ പറയുന്ന രീതിയിൽ നമ്മൾ അതിന് അഗെയിൻസ്റ്റ് ഒരു സുപ്രീം കോടതി കേസ് കൊടുക്കാമെന്ന് തീരുമാനിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ റെക്കോർഡ്സ് മുഴുവൻ പരിശോധിക്കുകയും ഒക്കെ ചെയ്തു വന്നപ്പോൾ ഇതിൽ കുറേ അധികം മിസ്മാച്ചുകൾ നമ്മൾ കണ്ടെത്തുക ചെയ്യുന്നു. അതിനുശേഷം ഇവർ റിപ്ലൈ ഫയൽ ചെയ്തു. അപ്പോൾ ആ റിപ്ലൈ ഫയൽ ചെയ്തതിൽ ഈ ഡോക്ടേഴ്സ് അവർ വക്കാലത്ത് ഫയൽ ചെയ്യുകയും അഫിഡവിറ്റ് ഫയൽ ചെയ്യുകയും ചെയ്തതിൽ തമ്പ് ഇംപ്രഷനാണ് പതിപ്പിച്ചിരിക്കുന്നത്. ഇത്രയും വിദ്യാഭ്യാസമുള്ള ഡോക്ടേഴ്സ് തമ്പ് ഇംപ്രഷൻ വെച്ച് അഫിഡവിറ്റും വക്കാലത്തും ഫയൽ ചെയ്യുക എന്ന് പറയുന്നത് തന്നെ വളരെ അധികം സംശയമുണ്ടാക്കുന്നൊരു സാഹചര്യം വരികയും, അപ്പോൾ അതിൻ്റെ ബേസിൽ നമ്മൾ വീണ്ടും ഇതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതായി. കാരണം ഇത് കണ്ടുപിടിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. കാരണം അത് ഈ കുട്ടിക്ക് കിട്ടാനിരിക്കുന്ന ഒരു കോമ്പൻസേഷനെ ഇല്ലായ്മ ചെയ്യുന്ന, അല്ലെങ്കിൽ ഈ കുട്ടിയുടെ കേസ് ഇല്ലാതാവുന്നൊരു സാഹചര്യത്തിലേക്ക് പോകുന്നത് കണ്ടതിൻ്റെ ബേസിൽ ഞാനിവിടെ വരികയും ഒരു 1-2-3 വീക്സായിട്ട് ഓരോ സ്റ്റെപ്സ് നമ്മൾ എടുക്കുകയും ചീഫ് മിനിസ്റ്റർക്ക് കംപ്ലയിൻറ്റ് കൊടുക്കുകയും SHOക്ക് കംപ്ലയിൻറ്റ് കൊടുത്തു, അതുപോലെ DGPക്ക് കംപ്ലയിൻറ്റ് കൊടുത്തു, അതുപോലെ വിജിലൻസിൽ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട്, IMAക്ക് DMAക്ക്. അതുപോലെ ഈ ഓപ്പറേഷൻ നടക്കുന്നത് 15 വയസ്സിലായതിനാൽ നമ്മൾ ചൈൽഡ് കമ്മീഷനിലും നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് FIR ഇടണം. കാരണം ഇവർ ചെയ്തിരിക്കുന്നത് വളരെയധികം വലിയ ക്രിമിനൽ കുറ്റം തന്നെയാണ്. കാരണം ആ കുട്ടിയുടെ ഒരു ഭാവിയെ ഇല്ലായ്മ ചെയ്യുകയും അതിന് കിട്ടാനിരിക്കുന്ന ഒരു നീതിയെ നിഷേധിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തികളാണ് ഇവർ ചെയ്യുന്നത്. അപ്പോൾ അതിനെ നമുക്ക് ഇനിയും ഭാവിയിൽ അവർ കോടതിയിലേക്ക് ഇതുപോലെയുള്ള ഡോക്യുമെൻറ്റ്സുമായി വന്നു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് കിട്ടാനിരിക്കുന്ന ഒരു കോമ്പൻസേഷൻ കിട്ടാതെ പോകാനും ഈ കേസ് ഇല്ലാതെ പോകുന്നതിനുമുള്ള സാഹചര്യം ഇനിയും ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അത് തിരിച്ചറിയണമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇവരെ ദിലീപ് ഡോക്ടറിനെ ഞാൻ കാണാൻ പോകുന്നത്. ദിലീപ് ഡോക്ടറിനെ കാണാൻ ചെന്ന സമയത്തുണ്ടായ സംഭവം എന്ന് പറഞ്ഞാൽ ആ ഡോക്ടർ ഈ കുട്ടിയെ റെക്കഗ്നൈസ് ചെയ്തതില്ല എന്നുള്ളതാണ് ഫസ്റ്റ്. അതുപോരാതെ അദ്ദേഹത്തിനോട് നമ്മൾ ചോദിച്ചു,
ഇത് സാറാണോ സൈൻ ചെയ്തതെന്ന്. അപ്പോൾ ആൾ സൈൻ ചെയ്തത് ഞാനാണ്, പക്ഷേ ഓപ്പറേഷനൊന്നും ഞാൻ ചെയ്തിട്ടില്ല, നിങ്ങൾ അജയ് ഡോക്ടറുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു എന്തുകൊണ്ട് സാർ ഈ അഫിഡവിറ്റിലും വക്കാലത്തിലും ഇങ്ങനെ തമ്പ് ഇംപ്രഷൻ വെച്ചെന്ന് ചോദിച്ചപ്പോൾ അയാൾക്ക് ഉത്തരമില്ല, അയാൾ അതിന് മറുപടി പറഞ്ഞില്ല. കാരണം അത് അവരായിരിക്കില്ല ചെയ്തിട്ടുണ്ടാവുക, കൺഫേംഡ് ആണ് അതിനകത്ത്. അപ്പോൾ ഈ പറയുന്ന കുറച്ചധികം ഈ പറയുന്ന രീതിയിലുള്ള കുറേയധികം കാര്യങ്ങൾ അവർ റിപ്പീറ്റ് ചെയ്ത് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഇനിയും ഭാവിയിൽ ചെയ്യാനുള്ള സാധ്യതകളുള്ളത് കൊണ്ടാണ് നമ്മൾ ഇതുപോലെയുള്ള കംപ്ലയിൻസും കാര്യങ്ങളൊക്കെ ചെയ്തതും. ഇവരെ കാരണം ഇത് ലോകം അറിയണം. കാരണം ഇങ്ങനെ ഡോക്ടേഴ്സ് ബിഹേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഇൻസിഡൻസ് ഇനിയും ഭാവിയിലും പല കുട്ടികൾക്കും പല ആളുകൾക്കും സംഭവിക്കും. അവർക്കൊന്നും നീതി കിട്ടാതെ പോകും. അവരുടെ ലൈഫാണല്ലോ, ഒരു കുട്ടിയുടെ ലൈഫാണ് ഈ പറയുന്ന രീതിയിൽ വീൽ ചെയറിലാക്കി മാറ്റിയത് അദ്ദേഹത്തിൻ്റെ ഒരു പിഴവ് മൂലം. അത് അയാൾ ഉൾക്കൊള്ളാൻ തയ്യാറുമല്ല. എന്നാൽ അതിന് കോമ്പൻസേഷൻ കിട്ടാവുന്നത് മുടക്കുന്ന രീതിയിലുള്ള ഈ തരം ബിഹേവിയർ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. കാരണം അവരുടെ കേസിനെ അത് വളരെയധികം ബാധിക്കും. അപ്പോൾ അതിൻ്റെ മുകളിലാണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ NCTRCയിൽ ഈ മാസം കേസ് വരുന്നുണ്ട്. അവരെന്താണ് കോടതിയുടെ തീരുമാനമെന്ന് അറിയില്ല. എന്തായാലും ഇവർക്ക് നിയമപരമായ എല്ലാ കോടതിയുടെ ഭാഗത്തു നിന്നുള്ള കോമ്പൻസേഷൻ കിട്ടാൻ ഇനി സാധ്യതകൾ ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഇതിലൊരു FIR ഉണ്ടാവുകയും അതുമായി അന്വേഷണങ്ങൾ വരികയും ഈ പറയുന്ന സിഗ്നേച്ചേഴ്സ് എല്ലാം മിസ്മാച്ചും കാര്യങ്ങളും എല്ലാം ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുക, മെഡിക്കൽ കമ്മീഷൻ്റെ ഒരു റിപ്പോർട്ട് വരിക, ഇതെല്ലാം ഉണ്ടായിക്കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ കുട്ടിക്കൊരു നീതി കിട്ടാനുള്ള സാധ്യതകൾ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റെപ്സ് എടുത്തത്. ഈ മീഡിയയുടെ മുന്നിൽ വരാനുണ്ടായ സാഹചര്യവും അതാണ്. മീഡിയ ത്രൂ നമ്മളത് പുറം ലോകം അറിയിക്കണമെന്നുള്ളത് കൊണ്ട് മീഡിയയ്ക്ക് മുന്നിലേക്ക് വന്നതാണ്.